Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ചെമ്മീൻ ചോറല്ല, റേഷൻ അരി കൊണ്ട് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നോടെ ക്ലിക്ക് ചെയ്യണം. ഇനി ഞാനിവിടെ ചെമ്മീൻ ചോറ് വെക്കാൻ വേണ്ടി 1 കിലോ റേഷനരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റേഷനരി ഞാനിവിടെ ഒരു പാത്രത്തിൽ അളന്നെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് റേഷനരി നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. എന്നിട്ട് അതിൻ്റെ കറുപ്പ് അരിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക. എന്നിട്ട് ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊരു അരമണിക്കൂർ വരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ റേഷനരി ഒരു 4-5 പ്രാവശ്യമെങ്കിലും കഴുകി എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു അരിയുടെ ആ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു 5 പ്രാവശ്യമെങ്കിലും അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ അതൊരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ മാറ്റി വെക്കുക. ഇനി ഒരു ഉരുളിയിലേക്ക് ഉരുളി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായതിലേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ 10 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ ഞാനിതിലേക്കൊരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ റേഷനരിയുടെ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീച്ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു പാകത്തിന് സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 750 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വരെ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്ന അളവിൽ വേണം എടുക്കാനായിട്ട്. അതിൽ നിന്ന് ഒരു 1/4 ഭാഗം വെള്ളം ഒന്ന് മാറ്റി വെക്കണം. അത് പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടി 1/4 ഭാഗം വെള്ളം ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച വീഡിയോ സ്കിപ്പായി പോയി, അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചതിന് ശേഷമുള്ള വീഡിയോ കാണിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ നെയ്യാണെങ്കിലും ചേർത്താലും മതി. ചെമ്മീൻ മസാല ചേർത്ത് നന്നായിട്ട് വഴന്നതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ നേരത്തെ തന്നെ 1 ടേബിൾ സ്പൂൺ കസേഴ്സും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസേഴ്സും സാജീരകവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം സാജീരകവും കസേഴ്സും മാത്രമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന, അതായത് ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്ന അളവിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ 1/4 ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1/4 ഭാഗം വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ. ഈ ഒരു പാകത്തിന് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഈ നമ്മൾ മസാല വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി മാറ്റി വെച്ചിട്ടുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളം അധികം ആവാതിരിക്കാൻ വേണ്ടിയാണ് കറക്റ്റ് ഈ അളവ് ഞാൻ എടുത്തു പറയുന്നത്. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്ന അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് കിട്ടണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി
ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിയിലെ കറുത്ത അരിയെല്ലാം കളഞ്ഞിട്ട് ഒരു 5 പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ 2 ടീസ്പൂൺ ഉപ്പേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ഓരോരുത്തരുടെ അളവനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഈ വെള്ളത്തിന് കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചോറ് വേവിച്ച് കഴിയുമ്പോൾ ആ ചോറിന് ഉപ്പുണ്ടാവുള്ളൂ. എന്നാലും ഒരുപാട് വാരി ഇടരുത്. ഉപ്പ് കൂടിപ്പോയാലും പ്രശ്നമാണ്. ഇതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒന്നുകൂടെ. ഇനി ഇതിലേക്ക് ആ റേഷനരിയുടെ ആ സ്മെല്ല് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ റോസ് വൈറ്റ് എസൻസ് ചേർത്ത് കൊടുക്കാം. റോസ് വൈറ്റ് നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന എസൻസാണ്. വൈറ്റ് കളറിലെ എസൻസ്, റോസ് എസൻസ് എന്ന് പറയും. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഹാഫ് ബോയിൽഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ റൈസ് ഈ ഹാഫ് ബോയിൽഡ് ആയ സമയത്ത് ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും നേരം വരെ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ റേഷനരിയാണ്, ആ ചെമ്മീൻ വേകുന്ന ആ ഒരു വേവിൽ തന്നെ ഈ വെള്ളം വറ്റി കിട്ടുന്ന ആ ഒരു പാകത്തിന് തന്നെ അരിയും വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ വേകുന്നതാണല്ലോ, നമ്മുടെ റേഷനരിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ ഈ റോസ് വൈറ്റ് എസൻസ് ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അരിയിൽ ചോറിൽ ആ ഒരു റേഷനരിയുടെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റും ആയിരിക്കുള്ളൂ. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ചോറ് കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ്. അരിയാണെങ്കിൽ റേഷനരി ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും തന്നെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.